നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന ക്രൈമുകളിൽ അല്ലെങ്കിൽ അപകടങ്ങളിലൊക്കെ പ്രഥമ ദൃഷ്ടിയ അന്വേഷണവും കേസും FIR-ഉം ഒക്കെ വരുന്നത് വിചിത്രമായ രീതിയിലാണ്. ഇപ്പോ ഉദാഹരണത്തിന് നവീൻ ബാബു, ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അതിപ്പോ കൊലപാതകത്തിലേക്ക് എത്തി നിൽക്കുകയാണ്, തെളിവുകൾ വന്നുകൊണ്ടിരിക്കുന്നു. പ്രഥമ ദൃഷ്ടിയ അതിന്റെ അന്വേഷണം പോയത് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ടല്ല. നവീൻ ബാബു മരിച്ച് അങ്ങനെ നിൽക്കുമ്പോഴും, വലിയ വാർത്തയായി നിൽക്കുമ്പോഴും പോലീസ് അന്വേഷിച്ചത് നവീൻ ബാബു കൈക്കൂലി വാങ്ങിയോ ഇല്ലയോ എന്നതിലേക്കാണ്. എങ്ങനെയാണ് മരണം, അത് ആത്മഹത്യയാണോ കൊലപാതകമാണോ, കൊലപാതകമാണെങ്കിൽ ആരാണ്, എങ്ങനെയൊക്കെയാണ് എന്നതിനെ കുറിച്ചുള്ള ഒരു അന്വേഷണമല്ല അവിടെ നടന്നത്. അതുപോലെ തന്നെയാണ് സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരന്റെ മരണവും ആ കൊലപാതകവും എല്ലാം അന്വേഷിച്ചത്. ഇപ്പൊ കഴിഞ്ഞ 5-8 മാസമായി തിരുവനന്തപുരത്ത് KSRTC ഡ്രൈവർ യദുവിന്റെ കേസും അവിടെയും പ്രഥമ ദൃഷ്ടിയ കേസെടുക്കാൻ, യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ച നിലയിൽ കേസെടുക്കാൻ പോലീസ് തയ്യാറായില്ല. അന്വേഷണം വഴിമാറിപ്പോകുന്നു. അതൊരു പക്ഷേ രാഷ്ട്രീയമായിട്ടുള്ള സ്വാധീനമോ അല്ലെങ്കിൽ ഭരണകക്ഷിയുടെ നേതാക്കളെ അല്ലെങ്കിൽ MLA-മാരെ, ജനപ്രതിനിധികളെ രക്ഷിച്ചെടുക്കാനുള്ള ഉത്തരവിന്റെ ഭാഗമായി പോലീസ് നടപ്പിലാക്കിയതാണ് എന്ന് പറയാം. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ ഒരു അപകടം നടന്നു. 11 MBBS സ്റ്റുഡന്റ് വിദ്യാർത്ഥികൾ, 1ാം വർഷ വിദ്യാർത്ഥികളും അവർ സഞ്ചരിച്ച ആ കാറ് KSRTC ബസ്സിലേക്ക് പാഞ്ഞു കയറി 6 പേർ മരിക്കുകയും ബാക്കിയുള്ള കുറച്ചു പേർക്ക് പരിക്ക് പറ്റുകയും, നല്ല പരിക്ക് പറ്റുകയും അതിലൊരാൾ രക്ഷപ്പെടുകയും ചെയ്ത ഒരു സാഹചര്യം. ആ സാഹചര്യവും ഇവിടെ വാർത്തയായിരുന്നു. അവിടെയും പോലീസിന്റെ കേസെടുക്കൽ നാടകം അരങ്ങേറി. എന്നാൽ ഇത്തരത്തിലുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മൾ എടുത്തു നോക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. പ്രഥമ ദൃഷ്ടിയ പോലീസ് എടുക്കുന്ന കാര്യങ്ങളൊക്കെ ആരെയോ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ അവരെ കൊണ്ട് ചെയ്യിക്കുന്നു എന്നാണ് നമുക്ക് ചിന്തിക്കേണ്ടി വരുന്നത്, മനസ്സിലാക്കേണ്ടി വരുന്നത്. ആലപ്പുഴയിലെ അപകടം വെച്ച് നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആർക്കെതിരെയാണോ കേസെടുക്കേണ്ടത്, എന്താണോ ലോകത്തോട് വിളിച്ചു പറയേണ്ടത്, ഇനി അത്തരത്തിലൊരു അപകടം ഉണ്ടാകാതിരിക്കാൻ എന്തൊക്കെയാണോ നടപടികൾ എടുക്കേണ്ടത്, അവയർനെസ് കൊടുക്കേണ്ടത്, അത്തരം കാര്യങ്ങളിൽ ഒന്നും ചെന്ന് തലയിടാതെ, യഥാർത്ഥ വസ്തുതകളൊന്നും തന്നെ ചിന്തിക്കാതെ, അങ്ങോട്ട് നോക്കാതെ എടുപിടി എന്ന് ചില നടപടികൾ എടുക്കുകയാണ് ചെയ്തത്. അതായത് യാതൊരു കുറ്റവും ചെയ്യാതെ മര്യാദയ്ക്ക് വണ്ടി ഓടിച്ചു വന്ന, KSRTC ബസ് ഓടിച്ചു വന്ന ആ ഡ്രൈവറുടെ മേൽ ഈ 5 പേരെ കൊന്ന കൊലക്കുറ്റം ചാർത്തിക്കൊണ്ട് പോലീസ് FIR ഇടുന്ന ഒരു വിചിത്രമായ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്നാൽ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ നമുക്കെല്ലാം അറിയാം. ആ CCTV ദൃശ്യങ്ങളിൽ ഈ KSRTC ബസ്സിന് മുന്നേ ഒരു കാറ് പോകുന്നുണ്ട്. ആ കാറിലേക്ക് ഇവർ സഞ്ചരിച്ചിരുന്ന ടവേര ഇടിക്കാൻ ഒരു സാധ്യത ഉണ്ടായിരുന്നു. പക്ഷെ അവർ തലനാരിഴയ്ക്ക് അവർ കടന്നുപോയി. തൊട്ടു പിന്നാലെ വന്ന ഈ ബസ്സിൽ ഇടിച്ചു കയറിയാണ് ഈ അപകടം ഉണ്ടായത് എന്ന് CCTV ദൃശ്യങ്ങൾ വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തന്നു. പക്ഷെ ഈ ദൃശ്യങ്ങൾ ഉണ്ടായിട്ടും ഈ KSRTC ബസ്സിലെ ഡ്രൈവർക്കെതിരെ എന്തിനാണ് നരഹത്യക്ക്, മനഃപൂർവ്വമായ നരഹത്യക്ക് ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുത്തത്? ഇത്തരത്തിൽ വഴിമാറി കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുമ്പോൾ ആരെയൊക്കെയോ രക്ഷിക്കാനാണ്, അല്ലെങ്കിൽ എന്തൊക്കെയോ മറയ്ക്കാനാണ് എന്ന് നമുക്ക് മനസ്സിലാവും. നവീൻ ബാബുവിന്റെ കേസിൽ പറഞ്ഞിരുന്നത് പോലെ PP ദിവ്യയെ മാത്രം കുരുക്കിക്കൊണ്ട്, ആത്മഹത്യാ പ്രേരണ കുറ്റം ചാർത്തിക്കൊണ്ട് നവീൻ ബാബുവിന്റെ മരണം ആത്മഹത്യയാക്കി ചിത്രീകരിക്കുമ്പോൾ അവിടെ കൊലയാളികളായ വലിയൊരു വിഭാഗം രക്ഷപ്പെടുകയാണ്. അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടില്ല. പിന്നെ PP ദിവ്യയുടെ പ്രസംഗമല്ല ഇതിന് കാരണം എന്ന് പിന്നെ കോടതിയിൽ തെളിയിച്ചുകൊണ്ട് PP ദിവ്യയെ കൂടി വീരപരിവേഷത്തോടുകൂടി രക്ഷപ്പെട്ടു വരുമ്പോൾ നാളെ ഒരു മന്ത്രിയായി ഇങ്ങോട്ട് അവരോധിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രയാസങ്ങളും അവിടെ തീരുകയും ചെയ്യും. ഒരു വീരപരിവേഷം ലഭിക്കും. പോയ സ്ഥാനങ്ങളൊക്കെ തിരിച്ചു പിടിക്കാതിനേക്കാൾ വലിയ സ്ഥാനങ്ങൾ അവർക്ക് കിട്ടും. ഇപ്പൊ തന്നെ പാർട്ടിയുടെ ആ മാനം കാത്തു സൂക്ഷിച്ചതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉത്തിഷ്ഠ കാര്യത്തിന് ഉപകാര സ്മരണ എന്ന രീതിയിലൊരു സ്ഥാനമൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം. അത് രാഷ്ട്രീയത്തിന്റെ ഗതിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിയമത്തിന്റെ മാർഗത്തിൽ ഇത്തരത്തിൽ യഥാർത്ഥ വസ്തുതകൾ മറച്ചു പിടിക്കുന്നത് എന്തിനാണ് എന്നാണ് കേരളത്തിലെ സാധാരണക്കാരായ ജനം ചോദിക്കുന്നത്. പ്രഥമ ദൃഷ്ടിയ ആദ്യം കേസെടുക്കേണ്ടിയിരുന്നത് മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥനെതിരെയായിരുന്നു. അതായത് 19 വയസ്സ് മാത്രം പ്രായമുള്ള 11 ചെറുപ്പക്കാരാണ് അതിനകത്തുണ്ടായിരുന്നത്. ഇന്ത്യയിലെ ഇന്ന് നിലവിലുള്ള നിയമ സംവിധാന പ്രകാരം അവർക്ക് ലൈസൻസ് എടുക്കാനും, ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനും, വണ്ടി ഓടിക്കാനും അർഹതയുണ്ട്, യാതൊരു പ്രശ്നമില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ ആ വാഹനം പോകുന്ന പാതയിൽ നമ്മൾ മാത്രമല്ല എന്നും മറ്റു വാഹനങ്ങൾ അതേ ദിശയിലും എതിർദിശയിലും വരുന്നുണ്ടെന്നും
അതിനെല്ലാം പുറമെ കാൽനട യാത്രക്കാർ അവിടെ ഉണ്ട് എന്നും അവരുടെ ജീവനും അവരുടെ ജീവിതത്തിനും യാതൊരു വിധത്തിലുള്ള ഹാനിയും വരുത്താതെ വേണം നമ്മൾ വാഹനം ഓടിക്കാനെന്നും നമ്മുടെ വാഹനത്തിലും അതുപോലെ നമ്മളും സഞ്ചരിക്കുന്ന നമ്മളും അടക്കം യാതൊരു അപകടത്തിൽ ചെന്ന് ചാടരുതെന്നും ബോധത്തിൽ വേണം വാഹനം ഓടിക്കാൻ. അതിന് പ്രാപ്തി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവന് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കരുത്. ഇവിടെ റോഡിൽ എന്ത് ചെയ്യണമെന്ന് കൃത്യമായി പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റം ഞാൻ കണ്ടിട്ടില്ല. ഞാനും ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ടുണ്ട്. എന്നോട് ഒരു MVDയും അത് ചോദിച്ചിട്ടില്ല. ഏതാണ്ട് 2003 ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നത്. അതിന് മുമ്പ് ഞാൻ എടുത്തിട്ടില്ല. അന്ന് മുതൽ ഈ 2014 വരെ ഞാൻ വാഹനം കണ്ടിന്യൂ ഓടിച്ചു വരുന്നു. എത്രയോ കിലോമീറ്റർ ആയിട്ട് വണ്ടി ഓടിക്കുന്നു. ഇതുവരെ ഒരു അപകടവും ഞാനായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. എന്റെ വാഹനത്തിന് മുന്നിൽ GST ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു വാഹനം തൃശ്ശൂരിൽ വെച്ച് വന്നു കയറി എന്റെ വാഹനത്തിന് അപകടം ഉണ്ടാക്കിയതല്ലാതെ ഞാൻ അങ്ങോട്ടൊരു അപകടം ഉണ്ടാക്കിയിട്ടില്ല. എന്നിട്ട് ആ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരോട് അവിടെ നിന്ന് നായ കുരയ്ക്കുന്നത് പോലെ കുരയ്ക്കുന്നത് കണ്ടിട്ട് പോയി പണി നോക്ക് എന്ന് പറഞ്ഞ് ഞാൻ ആട്ടിവിട്ടു. തൽക്കാലം എന്റെ വണ്ടി ഞാൻ ശരിയാക്കളെന്ന് കരുതി. കാര്യം അത്രയ്ക്ക് വൃത്തികെട്ട കുറെ ജന്മങ്ങളായി അത് മാറുന്നത് കണ്ടു. അത് മാത്രമല്ല, അന്നും തൃശ്ശൂരിലെ ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ ഈ അപകടമുണ്ടാക്കിയ ആ GST ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായി നിൽക്കുന്ന വിചിത്രമായ ഒരു നിലപാടാണ് ഞാൻ കണ്ടത്. അതുകൊണ്ടാണ് ഞാനത് ഒഴിവാക്കിയത്. കാരണം ഈ കേസുമായി മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇപ്പൊ ഈ വണ്ടി ശരിയാക്കുന്നതിന് പുറമെ ഒരുപാട് പണം എനിക്ക് ചെലവാക്കേണ്ടി വരും എന്നറിയാവുന്നത് കൊണ്ട് ഞാൻ അതങ്ങ് ഒഴിവാക്കി. അപ്പോൾ അന്നും ഇന്നും എല്ലാം പോലീസിന്റെ നിലപാടുകൾ എന്ന് പറയുന്നത് അവർക്ക് സ്വാധീനമുള്ള അല്ലെങ്കിൽ അവരാരാണ് സംരക്ഷിക്കേണ്ടത് അവർക്ക് വേണ്ടിയാണ്. എന്നാൽ ഞാനൊക്കെ ഡ്രൈവിംഗ് പഠിച്ചതുപോലെ കൃത്യമായി നമ്മുടെ ആവശ്യം എന്താണ് ആ രീതിയിൽ വണ്ടി ഓടിച്ച് വണ്ടി നമ്മുടെ കയ്യിൽ ഏത് അവസരത്തിലും ഒരു എമർജൻസി സിറ്റുവേഷനിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പാകത്തിനുള്ള മാനസിക പക്വതയും പാകതയും വന്നതിന് ശേഷമേ ലൈസൻസ് എടുക്കാവൂ. ഗതാഗത വകുപ്പ് ആകെ ചെയ്യുന്നത് ലേണിംഗ് എന്ന് പറയുന്ന പ്രഹസന നാടകമാണ്. ലേണിംഗ് എന്ന് പറയുന്നത് ഗതാഗത നിയമങ്ങൾ പാലിച്ച് വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കാനല്ല. അത് കഴിഞ്ഞാൽ പിന്നെ ഗതാഗത നിയമങ്ങൾ ഇല്ല. വാഹനം ഓടിക്കുന്ന ഒരാൾക്കും തോന്നിയതുപോലെ വണ്ടി ഓടിക്കാം, ആരുടെ നെഞ്ചത്തേക്കും കയറാം, എന്തും ചെയ്യാം. കേസ് വന്നാൽ വന്നു. അതാണ് ഒരു നിലപാട് എന്ന് പറയുന്നത്. നിലവിലുള്ള സ്ഥിതിയും വ്യത്യസ്തമല്ല എന്നാണ് ഞാൻ മനസ്സിലാകുന്നത്. എട്ടിടാൻ പറഞ്ഞു, എച്ചിടാൻ പറഞ്ഞു, എട്ടും എച്ചും ഇട്ടുകൊടുത്തു. അതുപോലെ റോഡിൽ ബൈക്ക് ഓടിച്ച് കാണിച്ചു കൊടുത്തു, കാറും ഓടിച്ച് കാണിച്ചു കൊടുത്തു. ഒന്ന് ഫസ്റ്റ് ഗിയറും ഇട്ട് സെക്കൻഡ് ഗിയറും ഇട്ട് തേർഡ് ഗിയർ ഫോർത്തിലേക്ക് എത്തിയപ്പോൾ വണ്ടി സൈഡാക്കാൻ പറഞ്ഞു. സൈഡാക്കി ഇറങ്ങി പോന്നു. അന്ന് കിട്ടിയ ലൈസൻസ് ആണ്. 18, 19, 20 വയസ്സുള്ള ബൈക്ക് എടുത്തത് ചെത്തി അടിച്ചു മിന്നി 660 പായുന്ന ചെറുപ്പക്കാർ, അവർക്ക് ഇത്തരത്തിൽ യാതൊരു ബെല്ലും ബ്രേക്കും ഇല്ലാതെ ലൈസൻസ് കൊടുത്താൽ ഉണ്ടാകുന്ന അവസ്ഥ എന്താണോ അതാണ് ആലപ്പുഴയിൽ സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ പ്രാഥമികമായി ഇതിന്റെ കുറ്റക്കാരെന്ന് പറയുന്നത് ഇതിന് ലൈസൻസ് കൊടുത്തിട്ടുള്ള ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരാണ്, മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥരാണ്. അതുപോലെ തന്നെ കൂട്ടുപ്രതിയാണ് അവരെ ഏത് ഡ്രൈവിംഗ് സ്കൂളിലാണോ അവർ പഠിച്ചിട്ടുള്ളത്, അങ്ങനെ ഏതെങ്കിലും ഡ്രൈവിംഗ് സ്കൂളിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ അവർ എന്ത് യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് അവരെ ടെസ്റ്റിലേക്ക് പറഞ്ഞു വിട്ടത്? ലേണിംഗ് എടുത്ത് ഇത്രാമത്തെ ദിവസം ടെസ്റ്റ്, അങ്ങനെയാണോ അവർക്ക് ലൈസൻസ് കൊടുത്തത്? അവർക്ക് എന്ത് ട്രാഫിക് നിയമങ്ങളാണ് പാലിക്കാൻ വേണ്ടി പഠിപ്പിച്ചു കൊടുത്തത്? എങ്ങനെ വാഹനം ഓടിക്കണമെന്നാണ് പഠിപ്പിച്ചു കൊടുത്തത്? റോഡിൽ നമ്മൾ മാത്രമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ളവർക്ക് തടസ്സമില്ലാതെ മര്യാദയ്ക്ക് നിയമം പാലിച്ച് വാഹനം ഓടിക്കാൻ പഠിപ്പിക്കുന്ന എത്ര സ്ഥാപനങ്ങളുണ്ട്? അങ്ങനെ ചെയ്യണമെന്ന് പഠിപ്പിക്കുന്ന എത്ര ഉദ്യോഗസ്ഥന്മാരുണ്ട്? അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ രണ്ട് വകുപ്പിനെയും, ഈ സ്വന്തം ഡിപ്പാർട്ട്മെന്റ് മോട്ടോർ വാഹന വകുപ്പിനും ഈ പറഞ്ഞ ഡ്രൈവിംഗ് സ്കൂളിനും നടപടി എടുത്തതിന് ശേഷം മാത്രമായിരുന്നു മൂന്നാമത് കേസ് എടുക്കേണ്ടത്. മൂന്നാമത്തെ കേസ് എടുക്കേണ്ടത് ആ വണ്ടി ഓടിച്ചിട്ടുള്ള ആ ഡ്രൈവർ തന്നെയാണ്. അതായത് ആ 19കാരനായ ലൈസൻസ് ഉള്ള ആ വ്യക്തി തന്നെയാണ്. അലക്ഷ്യമായ ഡ്രൈവിംഗ്, റാഷ് ഡ്രൈവിംഗ്, അതും മഴയത്ത് തോന്നിയതുപോലെ വാഹനം ഓടിച്ച് അലക്ഷ്യമായി വാഹനം ഓടിച്ച് അപകടമുണ്ടാക്കി. 5 ജീവൻ സ്പോട്ടിൽ, 1 ജീവൻ പിന്നീട്, 6 ജീവനുകളെ നഷ്ടപ്പെടുത്തി. സത്യത്തിൽ എത്ര തന്നെ തന്റെ കൂടെയുള്ളവർ മരണപ്പെട്ടു, താൻ ദുഃഖിതനാണ് എന്ന് പറഞ്ഞാലും ആ അലക്ഷ്യമായ ഡ്രൈവിങ്ങിന് അയാൾ ഉത്തരവാദി തന്നെയാണ്. അയാൾ മാത്രമല്ല, ഈ മരണപ്പെട്ടവരും മറ്റുള്ളവരും അതിന് ഉത്തരവാദിയാണ്. കാരണം ഇയാൾ ഇങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ അങ്ങനെ ചെയ്യരുത് എന്ന് അവർ പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ അങ്ങനെ പോകേണ്ട ആവശ്യമില്ല. സിനിമ നാളെയും കാണാം, ഇന്ന് തന്നെ കാണണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പക്ഷെ ജീവിതം ഇന്ന് അവസാനിച്ചു കഴിഞ്ഞാൽ നാളെ ഇല്ല എന്ന് പറഞ്ഞു കൊടുക്കാൻ ആളില്ലായിരുന്നു എന്നതാണ് ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത്. അതില്ലാതെ പോയി. എന്നാൽ നമ്മുടെ പോലീസ് പിന്നെന്താ ചെയ്തത്? ഈ 2 വിഭാഗത്തിനെതിരെ നടപടി എടുക്കുന്നതിനും വ്യക്തമായി ഈ കേരളത്തിലെ പൊതുജനങ്ങൾക്ക്, സാധാരണക്കാർക്ക് ഒരു അവയർനെസ് കൊടുത്തുകൊണ്ട് ഇങ്ങനെയാണ് ഡ്രൈവ് ചെയ്യേണ്ടത് എന്ന് മാതൃക കാണിച്ചുകൊണ്ട് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ഇത്തരത്തിൽ നടപടി വരും എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നതിന് പകരമാണ് നേരെ KSRTC ബസ് ഡ്രൈവറുടെ പേരിൽ കേസ് ചാർത്തി കൊടുത്തത്. അത് സോഷ്യൽ മീഡിയയിലും മറ്റു മീഡിയകളിലും എല്ലാം
വലിയ ചർച്ചയാവുകയും വലിയ വിവാദമാവുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ നമ്മളെ KSRTC ഡ്രൈവർ യദുവിന്റെ കാര്യം പറഞ്ഞതുപോലെയാണ്. യദു മേയറെയും MLA ഒക്കെ ആക്ഷേപിച്ചു, ആക്രോശിച്ചു, ലൈംഗിക വിക്ഷേപം നടത്തിയെന്നൊക്കെ വലിയ വാർത്തയാണ് ആദ്യം മീഡിയകൾ കൊടുത്തത്. സോഷ്യൽ മീഡിയ അല്ല പറയുന്നത്, ചാനലുകൾ കൊടുത്തത്. എന്നാൽ ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ, ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കഥ മാറി. പിന്നീട് മേയർ വണ്ടി ബലകനെ കൊണ്ട് നിർത്തുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോഴാണ് അത് മാറി മറിഞ്ഞത്. പിന്നെ ഈ പറഞ്ഞ പാർട്ടിക്കോ പോലീസിനോ പിന്നെ ഒന്നും മിണ്ടാൻ പറ്റാതായി, ദൃശ്യങ്ങൾ പുറത്തു വന്നു പോയല്ലോ. ഇവിടെയും അതുപോലെ തന്നെ ആ ദൃശ്യങ്ങൾ വന്നതുകൊണ്ട് മാത്രമാണ് ഇവിടുത്തെ സാധാരണക്കാരെ ജനങ്ങൾക്ക് മനസ്സിലായത് തെറ്റ് ചെയ്തത് ആ വാഹനം ഓടിച്ചിരുന്ന വിദ്യാർത്ഥികളാണ്, ആ MBBS വിദ്യാർത്ഥികളാണ്, KSRTC ഡ്രൈവർ അല്ല എന്ന്. അതുകൊണ്ട് പോലീസിനെടുത്ത നടപടി തിരുത്തേണ്ടി വന്നു. അങ്ങനെ തിരുത്തിയത് കൊണ്ട് പിന്നെ ആരുടെയെങ്കിലും പെരടിക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് തൊട്ടടുത്ത വീണ്ടും ആരാണെന്ന് നോക്കിയിട്ട് ആ വാഹന ഉടമയുടെ മേലെ ചാർത്തി കൊടുത്തത്. വാഹന ഉടമയുടെ മേൽ ഇപ്പൊ കുതിര കയറിക്കൊണ്ടിരിക്കുന്നത് ആ വാഹനം കാലപ്പഴക്കം ചെന്നതാണ് എന്നാണ് പറയുന്നത്. ഇവിടെ കേരളത്തിൽ എത്ര വർഷം വരെയുള്ള വണ്ടി ഓടിക്കാം? ആ വാഹനത്തിന് 15 വർഷം വരെ വാഹനം ഓടിക്കാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ 15 വർഷത്തിനപ്പുറം എന്തിനാണ് ഒരു വാഹനം പുതുക്കി കൊടുക്കുന്നത്? അവരുടെ പെർമിറ്റ്, അവരുടെ അനുമതി പുതുക്കി കൊടുക്കുന്നത് എന്തിനാണ്? ടാക്സ് വാങ്ങിയിട്ട് പുതുക്കി കൊടുക്കുന്നത് എന്തിനാണ്? അത് പുതുക്കി കൊടുക്കുന്നെങ്കിൽ അതിന്റെ കണ്ടീഷൻ പരിശോധിച്ചിട്ട് അത് വണ്ടി ഫിറ്റ്നസ് ഉള്ളതാണ്, വണ്ടി ഓടിക്കാൻ കഴിയുന്നതാണ് എന്ന് സത്യപ്പെടുത്തിയിട്ടല്ലേ അതിന് പെർമിറ്റ് കൊടുക്കുന്നത്, ഓടാൻ പറയുന്നത്. അപ്പോൾ അത് കാലപ്പഴക്കമുള്ള വണ്ടിയാണെന്ന് പറയുന്നത് ഏതർത്ഥത്തിലാണ്? പിന്നെ തേർഡ് പാർട്ടി ഇൻഷുർ ആണ് എടുക്കുന്നുണ്ടെങ്കിൽ ആ വാഹനത്തിന് കിട്ടില്ല എന്നേ ഉള്ളൂ, അത് ചെന്നിടിക്കുന്ന വാഹനത്തിനൊക്കെ കിട്ടും. അതിന് യാതൊരു വിഷയമല്ല. ഇതിനോട് ഒന്നിച്ച് ഞാനൊന്ന് ചേർത്ത് പറയട്ടെ. KSEB പോസ്റ്റിലേക്ക് ഒരു വണ്ടി ഇടിച്ചു കയറി കഴിഞ്ഞാൽ ആ വാഹനത്തിന്റെ ഉടമയിൽ നിന്ന് ആ KSEB പോസ്റ്റിന്റെ പൈസ വാങ്ങിയെടുക്കുന്നതിനാണ് ഈ പറഞ്ഞ നിയമപാലകരും മറ്റുള്ളവരുമെല്ലാം ഒരു ധാരണ ഉണ്ടാക്കി വെക്കുന്നത്. അങ്ങനെയാണ് കരുതിയേക്കുന്നത്. വാഹനവും കൂട്ടിയിടിച്ചാൽ മാത്രമേ ഈ പൈസ കിട്ടുള്ളൂ. അത് പോസ്റ്റിനിടിച്ചു കഴിഞ്ഞാൽ ഈ വാഹന ഉടമ കൊടുക്കണം എന്നൊരു അലിഖിത നിയമമുണ്ട്. അത് സത്യവിരുദ്ധമാണ്. അതിനും കൂടെയുള്ള ഇൻഷുർ അവിടെ എടുത്തു വെച്ചേക്കണേ. ആ പോസ്റ്റിന് നിങ്ങൾ ഇൻഷുർ ചെയ്തോളൂ, ഇൻഷുർ പൈസ വാങ്ങിയെടുത്തോളൂ എന്ന് പറയാൻ കഴിയും. ഇത് എത്ര പേര് പറഞ്ഞു കൊടുക്കുന്നുണ്ട്? അപ്പൊ ഇത്തരത്തിൽ നിയമം ശരിക്ക് പറഞ്ഞു കൊടുക്കാനും നിയമപരമായി വാഹനം ഓടിക്കാനും പഠിപ്പിക്കുന്നതിന് പകരം ആരെന്റെ നെഞ്ചത്ത് കയറാണ്. അതൊരു വാടകയ്ക്ക് കൊടുക്കലായിട്ട് കണക്കൂട്ടേണ്ട ആവശ്യമുണ്ടോ? വാടകയ്ക്ക് പണ്ട് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്, പണ്ട് കൊടുത്തിട്ടുണ്ടാകാം. പക്ഷെ ഈ വാഹനം വാടകയ്ക്ക് കൊടുത്തതല്ല എന്നത് സത്യം തന്നെയാണ്. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് അതിന് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഉണ്ടായിരുന്നു എന്നുള്ളത്. കേരളത്തിൽ ഏതെങ്കിലും റെന്റ് കൊടുക്കുന്ന, അത് ലൈസൻസ് ഉള്ളതോ ഇല്ലാത്തതോ ആയ ഏതൊരു സ്ഥാപനമായി കഴിഞ്ഞാലും ഏതൊരു വ്യക്തിയായാലും ഫുൾ കവർ ഇൻഷുർ ഇല്ല എന്നുണ്ടെങ്കിൽ അവന് അത് റെന്റിന് കൊടുക്കില്ല. അതതിന്റെ വസ്തുതയാണ്. ഏറ്റവും വേണ്ടപ്പെട്ടവർക്ക്, അറിയുന്നവർക്ക് മാത്രമേ വിട്ടുകൊടുക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ആ വാക്ക് വിശ്വസിക്കാം. പക്ഷെ ഇവിടെ ഈ വിദ്യാർത്ഥികളുടെ മരണത്തിൽ ആരെയൊക്കെയോ എങ്ങനെയൊക്കെയോ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അവരിലെ ചില ദുരൂഹതകൾ, ആ ദുരൂഹതകളൊക്കെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചില പുകമറകൾ സൃഷ്ടിക്കുന്നുണ്ട്. ആ പുകമറകളാണ് ശരിക്കും ഇവിടുത്തെ ഏറ്റവും വലിയ പ്രയാസമായിട്ട് എനിക്ക് തോന്നുന്നത്. എത്ര പേർക്ക് ഈ റോഡിൽ വരച്ചിട്ടുള്ള വരകൾ അറിയാം? ഞാൻ തന്നെ റോഡിൽ വിലങ്ങനെ വരച്ചിട്ടുള്ള 1, 2, 3 വരകൾ കണ്ടിട്ട് അവിടെ നിന്ന പോലീസുകാർ, ഹൈവേ പോലീസുകാരോടൊക്കെ ചോദിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ വര ഇങ്ങനെ വരച്ചതെന്ന് വെച്ചിട്ട് അവർക്ക് അറിയില്ല. അതായത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് പോലും അറിയില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എങ്ങനെയാണ് പിന്നെ മറ്റുള്ളവർക്ക് കാര്യങ്ങൾ മനസ്സിലാകുക? അപ്പോൾ അതാണ് നിലവിലുള്ള അവസ്ഥ. ഇവിടെ നടപടികൾ എടുക്കുന്നതെല്ലാം തോന്നുന്നതുപോലെ ആരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആരെയൊക്കെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നടപടികൾ എടുക്കുന്നത് എന്നുള്ളൊരു അവസ്ഥയാണ് ഇപ്പൊ കണ്ടുവരുന്നത്. ആലപ്പുഴയിലും ഈ പറഞ്ഞ KSRTC ഡ്രൈവർക്കെതിരെയും പിന്നീട് ചിത്രം വഴിമാറ്റി ആ വാഹനം ആ ടവേരന്റെ ഉടമസ്ഥന് നേരെയും ഒക്കെ പോകുന്നതിന്റെ കാരണം യഥാർത്ഥത്തിൽ ഈ കേസ് നേരാവണ്ണം നടന്നു കഴിഞ്ഞാൽ ലൈസൻസ് കൊടുത്തിട്ടുള്ള മോട്ടോർ വാഹന ഉദ്യോഗസ്ഥൻ, വകുപ്പിലെ ഉദ്യോഗസ്ഥനും കുടുങ്ങും, ആ ഡ്രൈവിംഗ് സ്കൂളും കുടുങ്ങും. ശരിയായ വണ്ണം കേസ് കൊടുത്താൽ ഏതുപോലെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നാ താൻ കേസ് കൊടു എന്ന ആ സിനിമയിൽ സംഭവിച്ചതുപോലെ തന്നെ റോഡിലെ കുഴിയാണ് അപകട കാരണം എന്നുണ്ടെങ്കിൽ ആ കുഴി അങ്ങനെ ഇട്ടതിന് ആരാണോ ഉത്തരവാദിയായത് അവരും ആ കേസിൽ പ്രതിയാകും എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ്, അത് ചൂണ്ടിക്കാണിച്ചു തന്നതുപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. സത്യത്തിൽ ഇതൊക്കെയാണ് ഇവിടുത്തെ ജനപ്രതിനിധികളും ജനവും കണ്ടുപഠിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും. ഇത്തരത്തിൽ എന്തെങ്കിലും സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ അത്തരത്തിലുള്ള നിയമ നടപടികൾക്ക് കൂടി തുനിഞ്ഞ് ഇവരെയൊക്കെ കൂട്ടുപ്രതികളാക്കി ജയിലിൽ അടയ്ക്കുന്ന അല്ലെങ്കിൽ ശിക്ഷ വാങ്ങിക്കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ മാത്രമേ ഇന്നത്തെ ഈ ഒരു എടുപിടിയെന്നുള്ള ഈ അന്വേഷണത്തിനും പ്രഹസനത്തിനുമൊക്കെ മാറ്റം വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്.